കേൾക്കാലോ അല്ലേ? ഹലോ. ഗുഡ് ഈവനിങ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്നലെ സയൻസിന്റെ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുമായിരുന്നു. അതിന്റെ പകുതി വരെ നമ്മൾ നോക്കിയുള്ളൂ. ബാക്കി കുറച്ച് പോർഷൻസ് കൂടെ നമുക്ക് ഇന്നലെ നോക്കാനുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി തൊട്ട് നോക്കാം കേട്ടോ. സ്ക്രീനെല്ലാം കാണാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ അവസാനം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഇലകളിലെ വർണ്ണങ്ങളുടെ കാര്യമായിരുന്നു. അതിന് നമ്മൾ കോഡൊക്കെ പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ വിട്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ചുവപ്പ് നിറമാണെങ്കിൽ അത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നതാണെങ്കിൽ അത് കരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോഫില്, പിന്നെ നമ്മുടെ പച്ചയാണെങ്കിൽ നമ്മുടെ ഹരിതകം ക്ലോറോഫിലാണ്. അപ്പൊ ഈ വർണ്ണങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഞാൻ ഗ്രൂപ്പിൽ വിട്ടായിരുന്നു. പഠിക്കണം, പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു പോയായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ അല്ലെ? അതായത് സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ് എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതില് സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ആരുടെ സഹായത്തോടു കൂടി? സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സഹായത്തോടു കൂടെ ഉണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് പ്രോഡക്ട്സ് എന്ന രീതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്ലൂക്കോസും ഓക്സിജനും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനൊരു കെമിക്കൽ ഫോർമുലയുണ്ട്. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നുപോയി. അത് നമുക്ക് പഠിക്കേണ്ടതാണ്. ഗ്ലൂക്കോസിന്റെ, അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസിലെ പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും. അതിൽ ഓക്സിജൻ നമുക്കറിയാം O2 ആണ്. അതിൽ ഗ്ലൂക്കോസിന്റെ ഒരു ഫോർമുലയുണ്ട്, C6H12O6 എന്നുള്ളത്. അതായത് C6H12O6. അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. നമ്മുടെ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുലയാണ് C6H12O6. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഗ്ലൂക്കോസിൽ 6 കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ 12 ഹൈഡ്രജൻ ഉണ്ട്, 6 ഓക്സിജനും ഉണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല അത് ഓർത്തിരിക്കണം. നമ്മുടെ കേറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ C6H12O6 എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല. അപ്പൊ ഈ ഒരു പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന്റെ ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ആ ഒരു ഇത് എഴുതിയായിരുന്നു, എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്നുള്ള ആ ഒരു ഫോർമുല നമ്മൾ എഴുതിയായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും CO2വും നമ്മുടെ വെള്ളവും വാട്ടറും ആരുടെയൊക്കെ സഹായത്തോടു കൂടിയായിരുന്നു? സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സഹായത്തോടു കൂടി. അതായത് ഞാൻ ജസ്റ്റ് സൂര്യപ്രകാശം എഴുതുന്നില്ല കേട്ടോ, സൂര്യനെ വരച്ചു നോക്കുകയാണെ. സൂര്യപ്രകാശത്തിന്റെയും പിന്നെ നമ്മുടെ ഹരിതകത്തിന്റെ സഹായത്തോടുകൂടെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന രീതിയിൽ ഉണ്ടാകുന്നത്? നമ്മുടെ ഗ്ലൂക്കോസും പിന്നെ ഓക്സിജനും. നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫോർമുലയാണ് ഇത് C6H12O6. അപ്പൊ ആ ഒരു ഫോർമുല നിങ്ങൾ മറന്നു പോകാതെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ഫോട്ടോ ആണ് ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടത്, നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിനെ പറ്റിയുള്ളത്. അപ്പൊ അത് നന്നായിട്ട് വായിച്ചു പോവാം. നമ്മുടെ ഈ ഒരു പുതിയ ടെക്സ്റ്റിന്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല. ജസ്റ്റ് എന്താണ് പ്രകാശ സംശ്ലേഷണം, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് അത് നടക്കുന്നതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിലിട്ട ആ ഒരു പിക്ചറും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഈ കെമിക്കൽ ഫോർമുല, അതായത് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല C6H12O6 എന്നുള്ളതും പഠിച്ചു പോവുക, നോട്ട് ചെയ്ത് തന്നെ പോവുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇന്നലത്തെ ബാക്കി തന്നെ നോക്കാം. ഇനി നോക്കുന്ന വാതക വിനിമയം സസ്യങ്ങളിൽ. നമ്മൾ പറഞ്ഞായിരുന്നു സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് ഏതൊക്കെ വാതകങ്ങളാണ്? നമ്മൾ പറഞ്ഞിരുന്ന സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഉപയോഗിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ ഈ അന്തരീക്ഷത്തില് വേറെ ഏതൊക്കെ വാതകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വാതകങ്ങൾ ഏതൊക്കെ, അതാണ് നമ്മൾ ഇനി പറഞ്ഞു പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണെന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകം, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് നോക്കിക്കേ. അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളതെന്ന് ആ ഒരു കൊച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഉള്ളത്. ഏതാണ്?
നൈട്രജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ കുറെ വാതകങ്ങൾ വേറെയുണ്ട്. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇവിടെ ഒരു ഓറഞ്ച് കളറിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന ഏതാണ്? നമ്മുടെ നൈട്രജൻ ആണ്. അപ്പൊ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ ഫസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണ്. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മുടെ നൈട്രജൻ ആണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? നൈട്രജൻ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. രണ്ടാം സ്ഥാനം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഓക്സിജൻ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ളത് നൈട്രജൻ, രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ ഓക്സിജൻ. മൂന്നാമത്തെ ആളാരാണ്? നമ്മുടെ നീല കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ആർഗൺ ആണ് നമ്മുടെ മൂന്നാമത്തെ ആള്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേറെ കുറെ വാതകങ്ങൾ വരും. പിന്നെ ഏറ്റവും കുറവെന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആ ഒരു പൊസിഷൻ അനുസരിച്ച് ഫസ്റ്റ് വരുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അത് നൈട്രജൻ ആണ്, രണ്ടാമത് വരുന്നത് ഓക്സിജനും, മൂന്നാമത് വരുന്നത് ആർഗണുമാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലുള്ള വാതകം അത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നുമല്ല, നൈട്രജൻ ആണ് അതിന്റെ ഉത്തരം. അപ്പൊ അത് ഉറപ്പായിട്ടും പഠിക്കണം. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന വാതകം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ആണ്. ഓക്കെ, ഇനി ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? നോക്കിക്കേ, ഊർജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇലകളിൽ കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ഓക്സിജൻ ഒക്കെ പുറത്തേക്ക് വിടുന്നതും ഇലകളിൽ കൂടെയാണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയായിരുന്നു. അപ്പൊ ഏത് ഭാഗത്തൂടെയാണ്, അല്ലെങ്കിൽ ഇലകളിലെ ഏത് ഭാഗത്തിൽ കൂടെയാണ് ഇത് സ്വീകരിക്കുന്നത്, പുറത്തേക്ക് വിടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ സ്ക്രീന്? ഓക്കെ, സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾ എല്ലാ ജീവികളും, അത് സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ, ശ്വസനത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ഓക്സിജൻ ആണ്. പക്ഷെ നമ്മുടെ സസ്യങ്ങള് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷേ സസ്യങ്ങളും ശ്വസിക്കുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഏത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അത് മാറിപ്പോവാതെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായിരുന്നു, സസ്യങ്ങളെ ശ്വസിക്കുന്ന ഏതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ആ പ്രകാശ സംശ്ലേഷണത്തിന്റെ വെച്ച് പോയി കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം എന്ന രീതിയിൽ നമ്മൾ കുറിക്കും. പക്ഷെ ശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ തന്നെയാണ്. ഈ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നതാണ് ഏത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ്? ഇലകളാണ്. നമ്മുടെ സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത്, സസ്യത്തിന്റെ അടുക്കള എന്ന് പറയുന്നത് ഇലകളാണ്. ഇലകളിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ ഈ ആഹാരം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വായു ഇതെല്ലാം സസ്യങ്ങൾ എത്തിക്കുന്ന ഇതിലെയാണ്, അതായത് ഇലകളിലൂടെയാണ് അത് സ്വീകരിക്കുന്നത്. ഇലകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം ഇതിനു വേണ്ടി ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആ ഒരു പേര് നമ്മൾ ഓർത്തിരിക്കണം, അത് പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഒരില സൂം ചെയ്ത് സൂം ചെയ്തൊരു കാര്യം അതിൻ്റെ അകത്തുനിന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇലകളില് രണ്ട് പയറുമണികൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. അതാണ് സ്റ്റൊമാറ്റ എന്ന് പറയും. അതിന്റെ ഒരു കറക്റ്റ് മലയാളം എന്ന രീതിയിൽ നമ്മുടെ ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു പേര് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പേര് തന്നിട്ടില്ല. ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്, അതായത് സ്റ്റൊമാറ്റയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ആസ്യരന്ധ്രം. ആസ്യരന്ധ്രങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇലകളിലെ ഇതുപോലെയുള്ള കുഞ്ഞു 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 തുളകളായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ഏത്? നമ്മുടെ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റൊമാറ്റോ നമുക്ക് ഏതെങ്കിലും ഒരു ഇല എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ അങ്ങനെ പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല ഈ സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏത്? നമ്മുടെ മൈക്രോസ്കോപ്പ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്?
മൈക്രോസ്കോപ്പ്. അതായത് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൊമാറ്റോ എന്നാ നോക്കാം. ഇല ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായോ, അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഈ സുഷിരത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നമ്മുടെ ഓക്സിജൻ പുറത്തേക്ക് പോകുന്ന ഇതിലെ കൂടെയാണ്, ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ ആ സുഷിരത്തിന്റെ പേരാണ് എന്ത്, നമ്മുടെ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. ഇത് ആസ്യരന്ധ്രം എന്ന് പറയും. നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന കാര്യമാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്ന ഇതിലെ കൂടെയാണ്, ഈ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ ഈ സുഷിരങ്ങളാണ് ഏത്, ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ സ്റ്റൊമാറ്റോ എന്താന്ന് കിട്ടിയില്ലേ, നമ്മുടെ ഇലകളിലുള്ള കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ, അതായത് കുഞ്ഞു കുഞ്ഞു തുളകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ എന്തിനു വേണ്ടിയാണ്, അതിലൂടെയാണ് നമ്മുടെ ഈ വാതക വിനിമയം നടക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും നമ്മുടെ ഈ സ്റ്റൊമാറ്റോയിലൂടെയാണ്. അപ്പൊ ആ പേര് ഓർത്തിരിക്കണം. പിന്നെ ആ സ്റ്റൊമാറ്റോയിൽ നടക്കുന്ന എന്താണെന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതിലെ കൂടെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഈ കുഞ്ഞു സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പേരിനി കേട്ടിട്ടില്ല അങ്ങനെ അത് ഓർക്കരുത്. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ, ഈ രണ്ട് പേരുകളും പഠിച്ചിരിക്കണം. നമ്മൾ കൂടുതലും നമുക്ക് അറിയാവുന്ന ഒരു പേരെന്ന് പറയുന്നത് സ്റ്റൊമാറ്റോ ആയിരിക്കും, പക്ഷെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയും, ആസ്യരന്ധ്രം. അപ്പൊ അതോടെ എഴുതി പോവുക കേട്ടോ. സ്റ്റൊമാറ്റോ ബ്രാക്കറ്റില് ആസ്യരന്ധ്രം കൂടെ ഒന്ന് എഴുതി വെക്കുക. നമ്മൾ പറഞ്ഞു ആഹാരം നിർമ്മിക്കുമ്പോൾ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്ന നമ്മുടെ ഇലകളിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളിലാണ്. ഈ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്, ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റോ കിട്ടിയില്ലോ അല്ലെ, അത് എഴുതി പോയല്ലോ. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഓക്സിജൻ, അതായത് സസ്യങ്ങൾ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ശരിക്കും ഓക്സിജൻ മാത്രമാണോ പുറത്തേക്ക് വിടുന്നത്? അല്ല, ചില സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വരുന്നുണ്ട്. അത് നമ്മള് നമ്മുടെ ആ ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കറക്റ്റ് ആ ഒരു പിക്ചറൈസേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോവാം. നമ്മളാണെങ്കിലും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ അകത്ത് ആ ഒരു സംഭവം ഞാൻ വേണം പറഞ്ഞുതരാം. അതിന്റെ അകത്ത് ഉണ്ടായ ഒരു ഇവന്റ് എന്ന രീതിയിൽ ബൈജു ടീച്ചറിനോട് ഇങ്ങനെ പറയാണ്, ടീച്ചറെ വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറെ ചെടികൾ വളർത്തിയിട്ടുണ്ട്. അപ്പൊ ചെടി പുറത്ത് വിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായിട്ട് കിട്ടുമല്ലോ എന്ന്. എന്നിട്ടൊരു മുറിയും അതിൻ്റെ അകത്ത് നിറച്ച ചെടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവൻ പറയുന്നത് തന്നെ, ചെടികൾ നമുക്ക് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന എന്താ, ഓക്സിജൻ. ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ ഇങ്ങനെ റൂമിന്റെ അകത്തെല്ലാം നിറച്ചു വെച്ചാൽ ഓക്സിജൻ നമുക്ക് നന്നായിട്ട് കിട്ടൂലോ എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അതായത് എന്താ സംഭവം, നമ്മൾ ചെടികൾ വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് എന്നാണോ നമ്മൾ പറയുന്നത്? സത്യം പറഞ്ഞാല് നമ്മൾ പറഞ്ഞു പകൽ സമയത്ത് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ എല്ലാം സഹായത്താല് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അപ്പൊ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലേക്ക് കയറി ഫോട്ടോസിന്തസിസ് നടന്ന, അതായത് ഹരിതകത്തിന്റെയും സൂര്യപ്രകാശത്തിന്റെ ഒക്കെ സഹായത്തോടു കൂടെ ഫോട്ടോസിന്തസിസ് നടന്ന് നമ്മുടെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. അത് പകൽ സമയത്ത് നമ്മുടെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്, അത് നമ്മൾ ശ്വസിക്കുന്നുണ്ട്. പക്ഷെ രാത്രി സമയത്തോ, ആ ഒരു സമയത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നത്? രാത്രിയില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ, സൂര്യപ്രകാശം ഇല്ല അല്ലെ. അതുകൊണ്ട് രാത്രിയില് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഓക്സിജൻ പുറത്തു വിടുന്നില്ല. അപ്പൊ ഓക്സിജൻ പുറത്തു വിടാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ മുറി മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിറയുന്നത്. അതായത് സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്നു. അപ്പൊ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ തന്നെ ഓക്സിജൻ പുറത്തു വിടുന്നില്ല. അപ്പൊ അവിടെ റൂമിൽ നമ്മൾ ചെടികൾ ഇങ്ങനെ വെക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് റൂമുകളിലൊന്നും അങ്ങനെ
നമ്മുടെ ചെടികളൊന്നും അങ്ങനെ നട്ടുവെക്കരുത്. അല്ലെങ്കിൽ ഈ സൺഷെയ്ഡ് ഒക്കെ ഉള്ള രീതിയിൽ നമ്മുടെ എന്താ നടുമുറ്റം എന്നൊക്കെ രീതിയിൽ നമ്മള് ഷീറ്റ് ഒക്കെ ഇട്ട് അത് സൂര്യപ്രകാശമൊക്കെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ നമ്മുടെ റൂംസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ നമ്മുടെ വെന്റിലേഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഒട്ടും കിട്ടത്തില്ലാത്ത രീതിയിൽ അങ്ങനെ റൂമിലൊക്കെ വെച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലും രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, ആ സമയത്താണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. പക്ഷെ രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നില്ല. അപ്പൊ നോക്കിക്കേ, സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തു വിടുന്നത്? അല്ല, കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വിടുന്നുണ്ട്. അത് ഏത് സമയത്താണ്? രാത്രി കാലങ്ങളിലാണ്. ഞാൻ ആ ഒരു പേജ് ഇതിനകത്ത് എടുത്തിടാൻ മറന്നു പോയത്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലേ ഉള്ളൂ, കുഴപ്പമില്ല, ഞാനത് ഗ്രൂപ്പിലേക്ക് അതിന്റെ ഫോട്ടോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴയ ടെക്സ്റ്റിനകത്ത് കുറച്ചുകൂടെ ആ ഒരു പിക്ചറൈസേഷനും അതെല്ലാം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് കുഴപ്പമില്ല, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ അത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരെ കുറിച്ചാണ്. അപ്പൊ അത് മാറിപ്പോവാതെ പഠിക്കണം. നമുക്ക് കൂടുതലും കേറ്ററ്റിന് എക്സാമ്പിൾ തന്നിട്ടാണ് ചോദിക്കുക. മൂടില്ലാത്താളി അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം എന്നറിയപ്പെടുന്ന ഏതാ? നമ്മുടെ റെഫ്ലേഷ്യയാണ്. റെഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ പെടുന്നു? അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് മാറിപ്പോവാതെ തന്നെ അതിന്റെ ഡെഫിനിഷനും പഠിക്കണം, എക്സാമ്പിളും പഠിക്കണം. ഇനി വരുന്നതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ വലിയൊരു മാവ് നിപ്പുണ്ട്. മാവിന്റെ കൂടെ കുറച്ച് കൂട്ടുകാർ വേറെ ഒരു 3 പേരും കൂടെ നിപ്പുണ്ട്. അവരൊക്കെ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് നോക്കാവേ. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. നമ്മുടെ മാവ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇനി മരവാഴനെ കണ്ടോ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ മാവിന്റെ മണ്ടയിലൊക്കെ ഇരിക്കുന്ന ഈ സാധനമാണ്. ഞാൻ വട്ടമിട്ടുതരാം. നമ്മുടെ മരവാഴ. മരവാഴ പറയുന്നുണ്ട്, ഞാനാണ് മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഞാനും എനിക്ക് വേണ്ടതൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഞാൻ സ്വന്തമായിട്ട് ആഹാരമൊക്കെ നിർമ്മിച്ചോളാം, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം എന്നാണേലും വേണം. അതാണ് നമ്മുടെ മരവാഴ പറയുന്നത്. അതുകൊണ്ടാണ് ആ മാവിന്റെ മേളിൽ കയറി വീഴുന്നത് കണ്ടോ. ഇനി നോക്കിക്കേ, ഇപ്പുറത്ത് നമ്മുടെ ഇത്തിൽക്കണ്ണി ഉണ്ടോ? ഇത്തിൽക്കണ്ണി പറയുന്നുണ്ട്, ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു. അതായത് ഇത്തിൽക്കണ്ണി ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? മാവിന്റെ മേളിലായിരിക്കുന്നേ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അവനും ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ഈ മാവിൽ നിന്ന്, അതായത് മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും, അതായത് മാവിന് ആഹാരം സ്വയം നിർമ്മിക്കാൻ എന്ന രീതിയിലുള്ളതാണ്, മാവിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ മാവ് വലിച്ചെടുക്കുന്ന ആരും കൂടെ സൈഡിൽ നൂറ്റുന്നുണ്ട്? നമ്മുടെ ഇത്തിൽക്കണ്ണി കൂടി ഊറ്റുന്നുണ്ട്. അപ്പൊ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്? സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അവന് വേണ്ട ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയാം, അടുക്കളയിലോട്ടുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇവിടെ ആഹാരം ഇവൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനങ്ങൾ തന്നെ വേറൊരാളുടെ നിന്നാണ് ഇവനി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. വേറൊരാൾ മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവൻ വലിച്ചെടുത്തുകൊണ്ടിരിക്കുക, ഇവന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ ഇത്തിൽക്കണ്ണി ചെയ്യുന്നത്. ഇനി തൊട്ട് താഴെ കിടക്കുന്ന നമ്മുടെ മൂടില്ലാത്താളി. മൂടില്ലാത്താളി പറയുന്നുണ്ട്, ഞാൻ ആഹാരമേ നിർമ്മിക്കുന്നില്ല. അവൻ ആഹാരം നിർമ്മിക്കുന്നില്ല, അവന് വേണ്ട ആഹാരം അവൻ നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് നമ്മൾ ഓസിന് ജീവിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ അവന് വേണ്ട ആഹാരം നിർമ്മിക്കുന്നില്ല. ബാക്കിയുള്ള ആരാണോ ആഹാരം ഉണ്ടാക്കുന്നത് അതൊക്കെ കഴിച്ചിട്ട് ആ സൈഡിൽ കൂടെ എങ്ങനെ പോകുന്നു. അതാണ് നമ്മുടെ മൂടില്ലാത്ത ആളി. അപ്പൊ 4 ടൈപ്പിലുള്ള ആൾക്കാരെ കണ്ടില്ലേ? അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരുണ്ട്. അതില് 3 പേര് സ്വന്തമായിട്ട് ആഹാരം സത്യം പറഞ്ഞാൽ നിർമ്മിക്കുന്നുണ്ട്. മാവ് അവൻ ആവശ്യമുള്ളതൊക്കെ വേരിലൂടെ വലിച്ചെടുത്ത് ഇലകൾക്ക് കൊടുത്ത് അങ്ങനെ ആഹാര ഇലകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മരവാഴ, അവൻ ആരെയും ശല്യപ്പെടുത്താതെ, പക്ഷെ ഇരിക്കാനൊരു സ്ഥലം അവന് കൊടുക്കണം. അവൻ അവിടെ ആരെയും ശല്യപ്പെടുത്താതിരുന്ന് തന്നെത്താനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് ഫുഡ് ഉണ്ടാക്കിക്കോളും. പക്ഷെ നമ്മുടെ ഇത്തിൽക്കണ്ണി ആണെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കിക്കോളും. പക്ഷെ ബാക്കി ആരെങ്കിലും കൊണ്ടുത്തരണം. അതായത് അവരുടെ ഊറ്റിയാണ് അവൻ എടുത്താണ് അവൻ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കിക്കോളും. പക്ഷെ നമ്മുടെ മൂടില്ലാത്താളി ആഹാരം ഉണ്ടാക്കത്തേ ഇല്ല, വേറൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ എടുക്കാണ് നമ്മുടെ മൂടില്ലാത്താളി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 4 പേരെ കണ്ടു. ഇനി ഈ 4 പേരും ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? നമ്മൾ കണ്ടായിരുന്നു. ആരൊക്കെയാ സ്വയം ആഹാരം നിർമ്മിക്കുന്നത്? മാവ് നിർമ്മിക്കുന്നുണ്ട്, ഇത്തിൽക്കണ്ണി നിർമ്മിക്കുന്നുണ്ട്, മരവാഴയും നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൂടില്ലാത്താളിയോ? അവൻ ഭയങ്കര മടിയനാന്ന് ഇപ്പൊ ഓർത്തോട്ടോ. മൂടില്ലാത്താളി അവൻ ഉണ്ടാക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നേ? ഞാന്
വേറൊരാളുടെ കയ്യിൽ നിന്ന് ആഹാരം ഇങ്ങോട്ട് മേടിക്കുക. അല്ലെ, അവൻ അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ സ്വന്തമായിട്ട് ആഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല, ബാക്കി ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ കഴിക്കുന്നത്, എനിക്ക് ആവശ്യമായിട്ടുള്ളത് വേറൊരാളുടെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന മാവും ഇത്തിൽക്കണി മരവാഴയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇത്തിൽക്കണിയും മരവാഴയും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് സൈഡിൽ കൂടെ ഒക്കെ നടത്തുന്നുണ്ട്. എന്നാലും അവര് മൂന്നുപേരും ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മൂടില്ലാത്ത ആള് ആഹാരം നിർമ്മിക്കുന്നില്ല. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ എല്ലാവർക്കും ഒരേ രീതിയിലാണോ ജലം ലഭിക്കുന്നത്? നമ്മുടെ മാവാണെങ്കിൽ എന്താ, മണ്ണിൽ നിന്ന് അത് വലിച്ചെടുക്കുക. പക്ഷെ ഈ മാവിന്റെ മണ്ട നിൽക്കുന്ന നമ്മുടെ മരവാഴയും തിൽക്കണിയും ഈ മൂടില്ലാത്താളിയൊക്കെ ആണെങ്കിൽ എവിടെ നിന്ന് ഈ ജലം വലിച്ചെടുക്കുന്നേ? നമുക്കറിയില്ല. നമുക്ക് നോക്കാവേ. മരവാഴയ്ക്ക് ഇത്തിൽക്കണ്ണിയോ മാവിന് ജലം ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഇതെല്ലാം നമ്മളിപ്പൊ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. മാവാണെങ്കിലും മണ്ണിൽ നിന്ന് വേരിലൂടെ ജലം മാവിന് ആവശ്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ മാവിന്റെ മേളിൽ കയറിയിരിക്കുന്ന ഇവർക്കൊക്കെ എങ്ങനെയാണ് ജലം ലഭിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, നമ്മുടെ മരവാഴയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ മരവാഴ. നമ്മുടെ ചുറ്റുപാടെല്ലാം മാവിന്റെ മണ്ടയിലെല്ലാം ഉള്ളതാണ് മരവാഴ. 2 തരം വേരുകൾ കാണുന്നില്ലേ? ഞാൻ വേണം കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ഇതുണ്ട്, വൈറ്റ് കളറിൽ കുറച്ച് വേരുകൾ പോയിട്ടുണ്ട്. അല്ലാതെ കുറച്ച് ഇപ്പുറത്തൂടെയും കുറെ വേരുകളും പോയിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഞാൻ ഇനി അതിന്റെ മണ്ടയിൽ കൂടെ വരച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ കാണാതെ പോയാലേ ഉള്ളൂ. ഓക്കെ, ഇത് കണ്ടോ മരവാഴയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ഞാനിത് ഗ്രൂപ്പിൽ ആ PDF ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുള്ള സാധനമല്ലോ. അപ്പൊ മരവാഴ അവിടെ 2 തരം വേരുകളുണ്ട്. നോക്കിക്കേ, വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇതുണ്ട്, വെളുത്ത നിറത്തിലുള്ളത് ഈ മാവിന്റെ ആ മേളിൽ കൂടെ തന്നെ പോയിട്ടുണ്ട്. കണ്ടോ? ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു വേരുകളെല്ലാം താഴോട്ട് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ. നമുക്ക് നോക്കാവേ. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നു. ചെറിയ വേരുകൾ എന്തിനാ? മരവാഴയെ മരത്തില് പറ്റി പിടിച്ച് ജീവിക്കാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകള് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ വേരുകള് അതിനിങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു, മറ്റേത് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡ്, നമ്മുടെ ഓർക്കിഡ് ഉണ്ടല്ലോ, ഓർക്കിഡ് കണ്ടിട്ടില്ല എല്ലാവരും? ഞങ്ങളുടെ ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ, ഇത് പേരയിലായിരിക്കുന്നത്. ഓർക്കിഡുകൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? എപ്പിഫൈറ്റുകൾ. അപ്പൊ എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ് ഏത്? നമ്മുടെ ഓർക്കിഡും മരവാഴയും. അപ്പൊ അത് മറന്നു പോകാതെ ഓർത്തിരിക്കുക. എന്തിനു വേണ്ടി ഇത്? വാസസ്ഥലത്തിനായിട്ട് മാത്രം. അതായത് അവർക്കൊന്ന്, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ അവർക്കൊരു വീട് എന്ന രീതിയിൽ മതി, വേറൊന്നും വേണ്ട, ഫുഡൊന്നും വേണ്ട, അതൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളും, അതെല്ലാം ചെയ്തോളും. ജസ്റ്റ് ഒരു വീട് മാത്രം മതി. അപ്പൊ വാസസ്ഥലത്തിനായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് ആര്? എപ്പിഫൈറ്റുകൾ. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഓർക്കിഡും മരവാഴയും. അപ്പൊ ഒരു വിഭാഗക്കാരെ പഠിച്ചില്ലേ? അത് ഓർത്തിരിക്കാം. വാസസ്ഥലത്തിനായിട്ട് മാത്രം ആതിഥേയ സസ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരാണ് ആര്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഓർക്കിഡും മരവാഴയും. അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ഉപയോഗിക്കുന്നവർ, അവർക്ക് പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഓർക്കിഡും മരവാഴയും. കിട്ടിയില്ലേ? ഉദാഹരണങ്ങൾ കിട്ടിയില്ലേ? ഓർക്കിഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓർക്കിഡുകളും നമ്മുടെ മരവാഴയും എപ്പിഫൈറ്റുകളിൽ പെടുന്നു. ജസ്റ്റ് അവർക്ക് ഫുഡോ കാര്യങ്ങളൊന്നും വേണ്ട, അവർക്കൊന്ന് വാസസ്ഥലത്തിനായിട്ട്, അവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം. അപ്പൊ വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് ആതിഥേയ സസ്യങ്ങളെ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ എപ്പിഫൈറ്റുകൾ. അതിന്റെ ഉദാഹരണം ഓർക്കിഡ്, മരവാഴ. എക്സാമ്പിൾസും പഠിക്കണം, ഡെഫിനിഷൻസും പഠിക്കണം. അപ്പൊ നമ്മുടെ മരവാഴയുടെ കാര്യം കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളവരെ നോക്കാം. അതായത് അതായത് എപ്പിഫൈറ്റുകളെ കൊണ്ട് എന്തെങ്കിലും സത്യം പറഞ്ഞാൽ ഇവർക്ക്, അതായത് ആദ്യത്തെ നമ്മൾ പറഞ്ഞില്ലേ മാവിന്റെ മേളിലാണ് ഈ മരവാഴ ഇരിക്കുന്നത്, ആ എപ്പിഫൈറ്റുകൾ പോലുള്ള വിഭാഗങ്ങൾ കൊണ്ട് ബാക്കിയുള്ള സസ്യങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദോഷവും ഇല്ല കേട്ടോ. കാരണം അവർ സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ളതെല്ലാം അവരുടെ ആ സസ്യങ്ങളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അന്തരീക്ഷത്തിലേക്ക് ഈർപ്പം വലിച്ചെടുക്കാൻ ഒരു റൂട്ട് വേറെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിയ്ക്കുന്ന സ്ഥലത്തിനൊന്നും ആർക്കും ഒരു ഉപദ്രവം വരുത്താതെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നത്. പക്ഷെ ഇരിക്കാൻ ഒരു സ്ഥലം വേണമെന്നുള്ളതേ ഉള്ളൂ മരവാഴയ്ക്കും നമ്മുടെ ഓർക്കിഡിനും. അപ്പൊ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് ആര്? നമ്മുടെ എപ്പിഫൈറ്റുകൾ. എക്സാമ്പിള് ഓർക്കിഡും മരവാഴയും. ഇനി
അടുത്ത ആൾക്കാരെ നമുക്ക് നോക്കാം. നമ്മുടെ ഇത്തിൽ കണ്ണി. ഇവന്റെ മാവിന്റെ മേളിലിരിക്കും നമ്മൾ കണ്ടില്ലായിരുന്നു. ഈ ഇത്തിൽ കണ്ണിയുടെ നോക്കിക്കേ, അത് സൂം ചെയ്ത് അതിന്റെ ആ റൂട്ട്, അതിന്റെ വേര് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സൂം ചെയ്തിട്ട് ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആ മാവിന്റെ ശിഖരത്തിലോട്ട് അതൊന്ന് ചെറുതായിട്ട് ആഴ്ന്നിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ പിടിച്ചിരിക്കാന്ന് പറയും. നമ്മള് എന്താ തേളൊക്കെ അല്ലേ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, അതുപോലെ അത് പിടിച്ചിരിപ്പുണ്ട്. നോക്കിയേ, വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണം? കണ്ടോ, ഇത്തിൽ കണ്ണിയുടെ വേര് കണ്ടോ, വളർന്ന ശിഖരത്തിലോട്ട്, മാവിന്റെ ശിഖരത്തിലോട്ട് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിന് ഗുണം, അല്ലെങ്കിൽ എന്താണ് ഇത്തിൽ കണ്ണി മാവിന്റെ മേളിൽ ഇരുന്നുകൊണ്ട് അതിനുള്ള ഗുണം എന്താണെന്നാണ് പറയുന്നത്. ഇത് അടുത്ത വിഭാഗക്കാരെ, നമ്മൾ ഇനി അടുത്ത ആൾക്കാരെ നോക്കുകയാണ്. നമ്മൾ FP ഫൈറ്റുകളെ കണ്ടു, അവരെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇനി പഠിക്കാൻ നേരത്ത് നമ്മൾ എടുത്ത് ഒന്നുകൂടെ പഠിക്കാം കേട്ടോ. ഇനി അടുത്ത വിഭാഗമാണ് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ പറയും പരാത സസ്യങ്ങൾ, അതിൽ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒന്ന് അർദ്ധപരാതവും മറ്റേത് പൂർണ്ണപരാതവും. അങ്ങനെ പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നു. അതിനെയാണ് നമ്മൾ പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ സൈഡിൽ അത് എഴുതാട്ടോ. പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. സ്വന്തമായിട്ട്, ജസ്റ്റ് ഈ ഫോണിന്റെ സ്ക്രീൻ ആയതുകൊണ്ട് എഴുതുന്നതിന് ഇച്ചിരി ഇതുണ്ട്, അതുകൊണ്ടാട്ടോ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. നമ്മൾ പക്ഷെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇത്തിൽക്കണ്ണി നിർമ്മിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനി പറഞ്ഞു വരുമ്പോൾ പറയാം കേട്ടോ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗുണനം ഇട്ടെ, ഇത് ഇൻറ്റു മാർക്ക് ഇട്ടെ. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, അതെന്നാ ചെയ്യുന്നുണ്ട്? അത് ഇരിക്കുന്നതിൽ നിന്ന് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്. ജലവും അതുപോലെ തന്നെ ലവണങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എന്ത്, പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. പരാത സസ്യങ്ങളുടെ ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞാണ്. ഓർത്തിരിക്കുക, എന്താണ് പരാത സസ്യങ്ങൾ. പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രത്യേകത സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, അത് ഇരിക്കുന്നതിൽ നിന്ന് ജലവും സസ്യങ്ങളും വലിച്ചെടുക്കുന്നു. ഇതാണ് പരാത സസ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പരാത സസ്യങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇത്തിൽക്കണ്ണി പെടുന്നതും ഒന്ന് മൂടില്ലാത്താളി പെടുന്നതും. അപ്പൊ ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ പരാത സസ്യങ്ങളിലെ അർദ്ധപരാതങ്ങൾ എന്ന വിഭാഗത്തിലാണ് ആര് നമ്മുടെ വിടുന്നത്? ഇത്തിൽ കണ്ണി വിടുന്നത്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതായത് ഇവൻ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ടാണ് ഇവൻ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പൊ അവരെ പറയുന്നതാണ് ഏത്? അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തിൽ കണി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? പരാതി സസ്യത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ പരാതി സസ്യത്തിലെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ഒന്ന് അർദ്ധപരാതവും ഒന്ന് പൂർണ്ണപരാതവും. അതിലെ അർദ്ധപരാതത്തിന്റെ അകത്ത് പെടുന്നതാണ് നമ്മുടെ ഇത്തിൽ കണി. ഓർത്തിരിക്കാൻ ഇത്രേ ഉള്ളൂ, അവൻ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്താ, സാധനങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരാളുടെ കയ്യിലുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് അവൻ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. അല്ലാതെ അവന്റെ കയ്യിൽ ജലവും ലവണങ്ങളും ഒന്നും അവൻ സൂക്ഷിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല, വേറൊരാളുടെ കയ്യിൽ നിന്ന് വലിച്ചാണ് അവൻ എടുക്കുന്നത്. അതാണ് നമ്മുടെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ആര്? നമ്മുടെ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തിൽ കണ്ണി അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മുടെ ഒരാളും കൂടിയുണ്ട്, നമ്മുടെ ഒന്നും ചെയ്യാത്ത മടിയനായിട്ടുള്ള മൂടില്ലാത്താളി. ഇനി നോക്കിക്കേ, മൂടില്ലാത്താളി ഏത് വിഭാഗത്തിൽ പെടും? നമ്മൾ പറഞ്ഞായിരുന്നു പരാത സസ്യങ്ങളിലെ രണ്ട് വിഭാഗമുണ്ട്, ഒന്ന് അർദ്ധപരാതവും മറ്റേത് പൂർണ്ണപരാതവും. അതിലെ നമ്മുടെ പൂർണ്ണപരാതത്തിന്റെ അകത്ത് പെടുന്നതാണ് ആര്? മൂടില്ലാത്താളി. നോക്കിയേ, മൂടില്ലാത്താളി ഇരിക്കുന്ന കണ്ടോ? അതിന്റെ വേരുകളൊക്കെ വളർന്നിങ്ങനെ ഇരിക്കുന്ന കണ്ടോ? അതെങ്ങനെയാണ്? ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ആർക്കുള്ളത്? മൂടില്ലാത്താളിക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് മൂടില്ലാത്താളിയുടെ പ്രത്യേകതകൾ, ആതിഥേയ സസ്യത്തിൽ നിന്ന് മൊത്തം സാധനങ്ങളും കൂടെ വലിച്ചെടുക്കും. അതായത് ആഹാരം, അതായത് ആതിഥേയ സസ്യം നിർമ്മിച്ച ആഹാരവും അതിന്റെ ജലവും ലവണങ്ങളും എല്ലാം വലിച്ചെടുക്കുന്ന ആരാണ്? നമ്മുടെ മൂടില്ലാത്താളി. മൊത്തത്തോടെ ഇങ്ങ് എടുക്കുക, അല്ലാതെ അവൻ ആഹാരം ഒന്നും നിർമ്മിക്കാൻ പോകത്തില്ല. മറ്റേ ആളുണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം മൂടില്ലാത്താളി ഇങ്ങ് വലിച്ചെടുക്കും. അതാണ് അർദ്ധപരാത സസ്യങ്ങൾ. അപ്പൊ മൂടില്ലാത്താളി എന്തിനു ഉദാഹരണമാണ്? നമ്മുടെ അർദ്ധപരാത സസ്യത്തിന് ഉദാഹരണമാണ്. അപ്പൊ അത് മാറിപ്പോകാതെ തന്നെ പഠിക്കാം. പരാത സസ്യങ്ങള്,
ഇത് പരാഗസസ്യങ്ങളുടെ പ്രത്യേകത പറഞ്ഞത് ഇതാണ്. ഒന്ന്, അത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. ആ പരാഗ സസ്യങ്ങളിൽ തന്നെ രണ്ട് വിഭാഗമാണ്. ഒന്ന് അർദ്ധപരാഗവും ഒന്ന് പൂർണ്ണപരാഗവും. അതിൽ അർദ്ധപരാഗത്തിൽപ്പെട്ട നമ്മുടെ ഇത്തിൽക്കണ്ണി പക്ഷെ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ജലവും ലവണങ്ങളും മറ്റൊരു ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്താണ് നമ്മുടെ ഇത്തിൽക്കണ്ണി ആഹാരം നിർമ്മിക്കുന്നത്. അതാണ് അവൻ അർദ്ധപരാഗ സസ്യം. ഇനി പൂർണ്ണപരാഗം, നമ്മുടെ മൂടില്ലാത്താളിയാണെങ്കിൽ അവൻ ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര മടിയനാണ്. അവൻ ബാക്കിയുള്ളവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതായത് ഫുഡ്, അതിനാവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും എല്ലാം അവൻ ഒറ്റയടിക്ക് വലിച്ചെടുക്കുന്നു. അതാണ് അർദ്ധപരാഗ സസ്യങ്ങൾ. അപ്പൊ അത് ഓർത്തിരിക്കുക, മാറിപ്പോവാതെ തന്നെ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. നമ്മുടെ എപ്പിഫൈറ്റിനുള്ള എക്സാമ്പിൾ ഏതായിരുന്നു? അതായത് സ്വന്തമായിട്ട് ആഹാരമൊക്കെ നിർമ്മിച്ചോളും, ആർക്കും ശല്യമൊന്നുമില്ല, വാസസ്ഥലം മാത്രം ഒന്ന് കിട്ടിയാൽ മതി. വാസസ്ഥലത്തിനായിട്ട് മറ്റൊരു ആതിഥേയ സസ്യത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് ആര്? നമ്മുടെ മരവാഴയും ഓർക്കിഡും. അത് പെടുന്നതാണ് എപ്പിഫൈറ്റ് എന്ന വിഭാഗത്തില്. ഇനി മൂടില്ലാത്താളിയാണെങ്കിൽ ഏതിൻ്റെ അകത്ത് പെടും? പൂർണ്ണ പരാഗസസ്യം. അതായത് അവനൊന്നും ചെയ്യുന്നില്ല, മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ലാവിഷായിട്ട് എടുത്ത് കഴിക്കുന്നു. അതാണ് നമ്മുടെ മൂടില്ലാത്താളി. അതാണ് പൂർണ്ണ പരാഗസസ്യം. ഇനി അർദ്ധപരാഗസസ്യം ആണെങ്കിലോ നമ്മുടെ ഇത്തിൽക്കണി. അവൻ ആഹാരമൊക്കെ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ മറ്റൊരാളുടെ നിന്ന് ജലവും ലവണങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അവൻ ആഹാരം നിർമ്മിക്കുന്നത്. അതാണ് നമ്മുടെ അർദ്ധപരാഗ സസ്യം. അപ്പൊ അതിന്റെ ഡെഫിനിഷനും പഠിക്കണം, എക്സാമ്പിളും പഠിക്കണം. കാരണം നമുക്ക് കേട്ടിട്ട് ക്വസ്റ്റ്യൻ വരുമ്പം ശരിയായത് ഏത് തെറ്റായത് ഏത് ആ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും വരാം. അത് വന്നിട്ടുള്ളതുമാണ്. ഈ ഒരു സസ്യങ്ങളുടെ എന്താ എപ്പിഫൈറ്റുകളും അർദ്ധപരാഗസസ്യവും പൂർണ്ണപരാഗസസ്യങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതും ഒക്കെ തന്നിട്ട് അതിന്റെ എക്സാമ്പിൾസും എല്ലാം രണ്ട് രീതിയിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷനും പഠിക്കണം, അതുപോലെ തന്നെ എക്സാമ്പിളും പഠിക്കണം. പിന്നെ നമ്മൾ സസ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നതാണ് സ്വന്തമായിട്ടാണ് നമ്മുടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സസ്യങ്ങൾ അറിയപ്പെടുന്ന എന്താണ്? സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. സസ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരാണ് ഏത്? സ്വപോഷികൾ എന്നറിയപ്പെടുന്നു. കാരണം എന്നാ അവർ സ്വപോഷികൾ എന്നറിയപ്പെടുന്നതിന് കാരണം സസ്യങ്ങൾ സ്വന്തമായാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ അറിയപ്പെടുന്ന പേര് സ്വപോഷികൾ എന്നാണ് നമ്മുടെ സസ്യങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പുറത്തു നിന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിനകത്ത് ഇല്ലാത്ത വായിച്ചതെല്ലാം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ തരുന്ന കേട്ടോ. അതാരും പഴയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ആരും ഉപേക്ഷിക്കൊന്നും വേണ്ട. കണ്ടന്റ് എല്ലാം സെയിം ആണ്. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊന്ന് ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കണ്ടന്റ് എല്ലാം സെയിം ആണ്. സെയിം ചാപ്റ്റേഴ്സിന്റെ ഒക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ അവരൊന്ന് എടുത്തങ്ങ് കളഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ ആഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. പക്ഷെ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. കേറ്ററ്റിന്റെ അകത്ത് കുറെ തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ വിവിധ തരത്തിലുള്ള സസ്യങ്ങളെ കുറിച്ച് പഠിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ എപ്പിഫൈറ്റുകളും അർദ്ധപരാഗ സസ്യങ്ങളും പൂർണ്ണപരാഗ സസ്യങ്ങളും, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇവിടെ കൊണ്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുവാണ്. പക്ഷെ ഞാൻ ഇതിന്റെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ടോപ്പിക്കുകളോട് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ഇതാ ചാപ്റ്ററിന്റെ അവസാനമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ പ്രകാശ സംശ്ലേഷണവും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ, അതായത് എപ്പിഫൈറ്റുകളും അർദ്ധപരാഗ സസ്യങ്ങളും പൂർണ്ണപരാഗ സസ്യങ്ങളും, അതും നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനി നോക്കാം അതിൻ്റെ അകത്ത് ഏതാ നമ്മുടെ ഓക്കെ നോക്കിക്കേ, ആരോഹികൾ. അതായത് ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ടോപ്പിക് ആട്ടോ. എനിക്ക് എൻ്റെ അത് വരയ്ക്കാനൊന്നും പറ്റത്തില്ല, കാരണം മറ്റേ ബോർഡിലാണ് ഇത് കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് എടുത്തിട്ടിരുന്നോളേ ഉള്ള ഒരു പിക്ചർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. എന്താണ് ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്? മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് എന്ത്? ആരോഹികൾ എന്നറിയപ്പെടുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് എന്ത്? പ്രധാനങ്ങൾ, അതായത് ടെൻഡ്രിൽസ്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികളാണ്. നമുക്കറിയാം, നമ്മള് പാവലിന്റെ ഒക്കെ ആ സ്പ്രിങ് പോലെ വള്ളികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, അതാണ് ടെൻഡ്രിൽസ്, അതായത് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്? ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ കുരുമുളകും പാവലും പടവലവും. ഞാൻ ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. അതപ്പൊ ക്ലൈംബേഴ്സിന്റെ എക്സാമ്പിൾസ് പഠിക്കാം. അതിന് നമുക്ക് നമ്മുടെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും അതിന്റെ പേര് ഓർത്തിരിക്കുക. ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ കുരുമുളകും പാവലും പടവലവും. അതുപോലെ തന്നെ നമ്മുടെ നിലത്തൂടെ പോകുന്ന ഒരു സാധനമുണ്ട്,
അതിന്റെ ആ ഒരു പിക്ചർ ഞാൻ എടുത്തിട്ടില്ല, സോറി കേട്ടോ. അത് ഇഴവള്ളികൾ എന്ന് പറയും. അതായത് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി ഇതെല്ലാം എന്താ ഇഴവള്ളികൾ, അതായത് ക്രീപ്പേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി. ഈ മൂന്നെണ്ണം ഇഴവള്ളികൾ, അതായത് ക്രീപ്പേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ എന്നിട്ട് കൊടങ്ങല്, സ്ട്രോബെറി, ക്വസ്റ്റ്യനില് കൊടങ്ങല്, സ്ട്രോബെറി, മധുരക്കിഴങ്ങ്, പടവലം ഇത് തന്നിട്ട് ഇതിൽ ഏതാ ഒറ്റപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇത് വരും, പടവലം വരും അല്ലെ. കാരണം അത് ആരോഹികൾ, അതായത് ക്ലൈംബേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു. ബാക്കി പറഞ്ഞ മൂന്നെണ്ണങ്ങളും നമ്മുടെ സ്ട്രോബെറിയും കൊടങ്ങലും മധുരക്കിഴങ്ങും എല്ലാം ഇഴവള്ളികൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആണോ എന്നൊക്കെ ഓർക്കും, പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ സംഭവം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എക്സാമ്പിൾസ് നോക്കുക, ഡെഫിനിഷൻസും നോക്കി പോവുക. ഇനിയുള്ളതാണ് നമ്മുടെ പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും. ഇതൊന്നും നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ അത് സത്യം പറഞ്ഞാൽ അവര് വിട്ട് കളഞ്ഞതാണോ അതോ എന്താ സംഭവം എന്നറിയത്തില്ല. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടില്ല, പൊയ്ക്കാൽ വേരുകളും താങ്ങുവേരുകളും ഒക്കെ. പക്ഷെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അതൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ എന്ന രീതിയിൽ ആ ഒരു പേജ് ആട്ടോ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പേരാലും ആറ്റുകൈതയും. അപ്പൊ ഇതൊക്കെ ഏത് റൂട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കൊമ്പിൽ നിന്നും കാണ്ഡത്തിൽ നിന്നും നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, കൊമ്പിൽ നിന്നും കാണ്ഡത്തിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ കണ്ടില്ലേ. നോക്കിക്കേ, പേരാലിന്റെ ആണെങ്കിൽ അതിന്റെ ശിഖരത്തിൽ നിന്നാണ് വേരുകൾ താഴോട്ട് വളർന്നു നിൽക്കുന്നത്. ആറ്റുകൈതയുടെ ആണെങ്കിൽ ആ ഒരു പിക്ചറിന്റെ കുഴപ്പമാട്ടോ. ആറ്റുകൈതയുടെ ആണെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും, അതായത് പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്. ഈ രണ്ടും അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം, എക്സാമ്പിൾസും നോക്കണം കേട്ടോ. ഇനി ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. നമ്മൾ സാധാരണ നമ്മുടെ വേര് എപ്പോഴും എവിടെയാ, മണ്ണിന്റെ അടിയിൽ അല്ലെ, ചെടീനെ താങ്ങി നിർത്താനാണ്. അതുപോലെ തന്നെ ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനാണ് വേരിന്റെ ധർമ്മമൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പോയതാ. അപ്പൊ വേര് അതുപോലെ തന്നെ ചില ചെടികളുടേത് ഇതുപോലെ ഇങ്ങനെ താങ്ങി നിർത്താൻ വേണ്ടി ശിഖരങ്ങളിൽ നിന്നും ഉണ്ടാകും, അതുപോലെ തന്നെ മണ്ണിന് മുകളിൽ നമ്മുടെ തണ്ടുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെയാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ്. അപ്പൊ നമ്മുടെ ഈ പേരാല് കണ്ടോ, അതിന്റെ ആ ശിഖരത്തിൽ നിന്ന് താഴോട്ട് വരുന്നതാണ്, അതാണ് എന്ത്, താങ്ങുവേര്. അപ്പൊ താങ്ങുവേരിന് ഉദാഹരണം ഏതാണ്, പേരാല്. ഇനി ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. അപ്പൊ പേരാലിന്റെ വേരെന്ന് പറയുന്നത് ഏതാ, താങ്ങുവേര് എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ പേരാല്. പ്രോപ്പ് റൂട്ടിന് ഉദാഹരണമാണ് പേരാൽ എന്ന് പറയുന്നത്. ഇനി കൈതയിലെ വേരുകൾ നോക്കുന്നു, ആറ്റുകൈതയിലെ വേരുകൾ കണ്ടോ, തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. അപ്പൊ തണ്ടിൽ നിന്ന് വേരുകൾ താഴേക്ക് വളരുന്നതിനെ പൊയ്ക്കാൽ വേരുകൾ. അതിന്റെ ഉദാഹരണമാണ് ഇത് നമ്മുടെ ആറ്റുകൈത എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നമ്മുടെ ശിഖരത്തിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് വരുന്നതാണെങ്കിൽ അതാണ് നമ്മുടെ താങ്ങുവേരുകൾ. അപ്പൊ താങ്ങുവേരിന് ഉദാഹരണം പേരാലും നമ്മുടെ പൊയ്ക്കാൽ വേരിന് ഉദാഹരണം ആറ്റുകൈതയാണ്. അപ്പൊ അത് ഉദാഹരണ സഹിതം പഠിച്ചു വെക്കാം കേട്ടോ. ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം. എന്നാലും നിങ്ങൾ എഴുതുമ്പോൾ ജസ്റ്റ് എഴുതി പോവുക. താങ്ങുവേരുകൾ അതിന്റെ നേരെ ഒരു ലൈൻ വരച്ചിട്ട് അത് പേരാലും, ആറ്റുകൈതയുടെ ആണെങ്കിൽ പൊയ്ക്കാൽ വേരുകൾ. അപ്പൊ ആ എക്സാമ്പിളും പഠിക്കുക, അതിന്റെ ഡെഫിനിഷനും പഠിക്കുക. എന്താണ് താങ്ങുവേരുകൾ, എന്താണ് പൊയ്ക്കാൽ വേരുകൾ. താങ്ങുവേര് എന്ന് പറയുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ എന്ന രീതിയിൽ ശിഖരങ്ങളിൽ നിന്നാണ് ആ വേരുകൾ ഉള്ളത്. ഇനി പൊയ്ക്കാൽ വേരുകളാണെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്നാണ് ആ വേരുകൾ ഉള്ളത്. അപ്പം പേരാല് താങ്ങുവേരിന്റെ അകത്തും പെടും, ആറ്റുകൈത നമ്മുടെ പൊയ്ക്കാൽ വേരിന്റെ അകത്ത് പെടും. അപ്പൊ അത് കിട്ടിയില്ല അല്ലെ, എന്താണ് പേരാല് ഇതിന്റെ അകത്ത് പെടുന്നതാണ്, ആറ്റുകൈത ഏതിന്റെ അകത്ത് പെടുന്നതാണ്. എക്സാമ്പിൾസ് പഠിക്കണം, ഡെഫിനിഷനും പഠിക്കണം. നിങ്ങൾ ഇതെല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷൻ അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട. ജസ്റ്റ് ആ ഒപ്പം തന്നെ നോട്ടൊന്ന് എഴുതി പോയാൽ മതി. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോവില്ലോ, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒന്നും ഓർത്തിരിക്കില്ല, അങ്ങനെയൊന്നും ആരും ഒന്നും ഓർക്കണ്ട, അത് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി കണ്ടൽ ചെടി, അതായത് നോക്കി, കണ്ടൽ ചെടിയുടെ ശ്വസന വേരുകളാണ് ഈ ഒരു പിക്ചറിന്റെ അകത്ത് കണ്ടോ, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത്. അതാണ് നമ്മുടെ തന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ ആയി. ഓക്കെ, കണ്ടൽ ചെടി അതായത് ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു.
വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ശ്വസന വേരുകൾ, അതായത് ന്യൂമാറ്റോഫോറസ് എന്ന് പറയുന്നു. ആ ഒരു പേര് ഓർത്തിരിക്കണം. ശ്വസന വേരുകളുടെ മറ്റൊരു പേര്, അതായത് ഇംഗ്ലീഷിലുള്ളത് ന്യൂമാറ്റോപോസ്. അത് എന്തിന്റെ ഇതാണ്, അതായത് കണ്ടൽ ചെടികൾ ശ്വസിക്കുന്നതിന് അതിന്റെ വേരുകൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ അത് ഓർത്തിരിക്കണം. ആ ഒരു പേര് ന്യൂമാറ്റോഫോറസ് എന്ന് കേട്ടാല് അത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ കണ്ടൽ ചെടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ കണ്ടൽ ചെടി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂരിലാണ്. വെള്ളത്തിലെ ഉഭയജീവികൾ എന്നാണ് നമ്മുടെ കണ്ടൽ ചെടി, മാംഗ്രോവ്സ് എന്നറിയപ്പെടുന്നത്. അത് ഞാൻ ഈ കേട്ടിട്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചാട്ടോ, അറിയാതെ ആ ഒരു പിക്ചർ തന്നെ എടുത്തിട്ടതാണ്. അപ്പം നമ്മുടെ കണ്ടൽ ചെടികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ അതിന്റെ ശ്വസന വേരുകൾ, അതായത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന ആ വേരുകൾക്ക് പറയുന്ന പേരാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോസ്. ആ ഒരു പേര് ഓർത്തിരിക്കണം. ന്യൂമാറ്റോഫോസ് എന്നുള്ള ഇംഗ്ലീഷ് പേര് ഓർത്തിരിക്കണം, ശ്വസന വേരുകൾ എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടൽ ചെടീനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മള് കണ്ടൽ ചെടീനെ കുറിച്ചും പറഞ്ഞു, അതുപോലെ നമ്മുടെ പൊയ്ക്കാൽ വേരുകളും താങ്ങ് വേരുകളും കൂടെ പറഞ്ഞു. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഞാനിത് പുതിയ ടെക്സ്റ്റിനകത്ത് കണ്ടില്ല. 5ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യം പറയുന്നില്ല നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉള്ളതാണ്. കേറ്റിന് ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അത് എടുത്തിട്ട് തന്നത്. ഇനിയുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ സംഭരണ വേരുകളൊക്കെ. വേറൊരു തരത്തിലുള്ള വേരുകളാണ് സംഭരണ വേരുകളും അതുപോലെ തന്നെ ഭൂകാണ്ഡങ്ങൾ. നോക്കിക്കേ, ഉരുളക്കിഴങ്ങിന്റെയും മരച്ചീനിയുടെയും പടം കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകളാണല്ലോ രണ്ടും. കുറച്ചു കാലം വെച്ചിരുന്നാൽ ഏതിൽ നിന്നാണ് മുള വരിക? എന്തുകൊണ്ട്? നോക്കിയാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെയും മരച്ചീനയുടെയും ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സത്യം പറഞ്ഞാൽ കിഴങ്ങുകൾ എന്ന രീതിയിലാണ് വരുന്നത്, പക്ഷെ രണ്ടും രണ്ട് വിഭാഗത്തിൽപ്പെടുന്നതാണ്. നോക്കിക്കേ, വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് ഏത്? സംഭരണ വേരുകൾ, അതായത് സ്റ്റോറേജ് റൂട്ട്സ്. നമ്മുടെ വേരിലാണ് എന്ത്? കപ്പ, മരച്ചീനി എന്ന് പറയുന്നത് നമ്മുടെ കപ്പയാണ്. മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത് നമ്മുടെ വേരിലാണ്. ഇങ്ങനെ വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നതിന് നമ്മൾ സംഭരണ വേരുകൾ, അതായത് സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയും. ഇനി എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. അതായത് എല്ലാ കിഴങ്ങുകളും വേരിലല്ല ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്നത്. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. ഇത് കാണ്ഡം നമ്മൾ പറയുന്നത് തണ്ട്, അതായത് രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഇത് ഉരുളക്കിഴങ്ങ്. നമുക്കറിയാം കിഴങ്ങ് വർഗത്തിൽ പെടുന്നതാണ് നമ്മുടെ മരച്ചീനിയും കിഴങ്ങും, അല്ലെങ്കിൽ ചേന, ചേമ്പ്, അതെല്ലാം കിഴങ്ങ് വർഗം എന്ന രീതിയിൽ പെടുന്നതാണ്. പക്ഷെ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. ചിലത് ഭൂകാണ്ഡങ്ങളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ, അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. അപ്പം സംഭരണ വേരുകളും ഉണ്ട്, അതായത് സ്റ്റോറേജ് റൂട്ട്സും ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിക്കണം. ഇതിന്റെ ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഒറ്റപ്പെട്ട ഏതാതും ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ കേട്ടിന്. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ ഗ്രൂപ്പ് ഇപ്പൊ ഞാനിവിടെ എഴുതി കാണിക്കാം, മറ്റേ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ ഞാനത് ഒന്നുകൂടെ പറയാം. അപ്പൊ നോക്കിക്കേ, വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ, അതായത് സ്റ്റോറേജ് റൂട്ട്സ്. ഇനി എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഏത്? ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആരോഹികള്, പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ക്രീപ്പേഴ്സ്, ഏതായിരുന്നു, ഇഴവള്ളികള്, പിന്നെ ഏതാ, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും, കണ്ടൽ ചെടി, പിന്നെ ആഹാരം സംഭരിക്കാനുള്ള സംഭരണ വേരുകള്, ഭൂകാണ്ഡങ്ങൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് ഗ്രൂപ്പിലിട്ട് വന്നേക്കാം കേട്ടോ. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ എഴുതിയേക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ഹലോ, അല്ലെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ, ആരുടെയോ മൈക്ക് അറിയാതെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മ്യൂട്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ എഴുതാം. അതിൽ ഏതൊക്കെയാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഭൂകാണ്ഡങ്ങൾ, അത് പഠിച്ചിരിക്കുക. ഉദാഹരണങ്ങൾ പഠിക്കേണ്ടതാണ്. നമുക്കത് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഏതാണ് ഒറ്റപ്പെട്ടത്, ഏത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സംഭരണ വേരിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഭൂകാണ്ഡങ്ങളുടെ അകത്ത് പെടുന്ന ഏതാണ്, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ എഴുതാം. നമ്മുടെ ക്യാരറ്റ് നമ്മൾ എഴുതിയെടുത്തോ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഫോട്ടോ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും ഏതൊക്കെയാണ് തരം തിരിച്ച് എഴുതാൻ നോക്കാം. തന്നെത്താനെ ഒന്ന് എഴുതാൻ നോക്കാം കേട്ടോ.
ഏതൊക്കെയാന്ന് ആലോചിച്ചിട്ട് അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നോക്കിയിട്ട് ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, പിന്നെ നമ്മുടെ കപ്പ, അതാണ് നമ്മുടെ മരച്ചീനി, കപ്പ, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. ഇത് കണ്ടോ, ഇവിടെ ഒരു 3, 2, 5 പേരുണ്ട്. അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്. ഇതെല്ലാം ഏത് വിഭാഗത്തിൽ ആൾക്കാരാ? നമ്മൾ ഓൾറെഡി കപ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? നമ്മുടെ സ്റ്റോറേജ് റൂട്ട്സ്, അതായത് സംഭരണ വേരുകളിന്റെ അകത്ത് പെടുന്നതാണ് ഏത്? നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്. ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നു? സംഭരണ വേരുകൾ, അതായത് സ്റ്റോറേജ് റൂട്ട്സിന്റെ അകത്ത് പെടുന്നതാണ് ഈ എക്സാമ്പിൾസ്. അത് പഠിക്കണം കേട്ടോ, അത് മാറിപ്പോവാതെ തന്നെ പഠിക്കണം. അതായത് വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വെക്കുന്നത്. ഇങ്ങനെ വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നത് നമ്മൾ സംഭരണ വേരുകൾ, അതായത് സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്. അത് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി പോക്കോട്ടോ. സംഭരണ വേരുകൾ ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്. ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? സംഭരണ വേരുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ജസ്റ്റ് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. ഇപ്പൊ നോട്ട് എഴുതി പോകുന്നവരുണ്ടല്ലോ, എല്ലാവരും നോട്ട് എഴുതുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നോട്ട് എഴുതി പോകുന്നവർ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് തന്നെ പോവുക. ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ് ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? നമ്മുടെ സംഭരണ വേരുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനിയുള്ളത് നമ്മുടെ ഭൂകാണ്ഡങ്ങൾ, അതിൻ്റെ അകത്ത് പെടുന്നതാണ്. ഇതിന്റെ താഴെ തന്നെ എഴുതാട്ടോ, കാണാമല്ലോ അല്ലെ. ഇത് ഫോണിന്റെ സ്ക്രീൻ ആയതുകൊണ്ടേ കുറച്ച് കുഞ്ഞായിട്ടേ വരുള്ളൂ. എന്നാലും ഞാനത് മാറ്റുന്നില്ല, നല്ല സൈഡിൽ കിടപ്പുണ്ട് കേട്ടോ. ഇനി സംഭരണ വേരുകളുടെ, അതായത് സംഭരണ വേര് നമ്മൾ പറഞ്ഞു. ഇനി ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ ചേന. ഒരു മിനിറ്റ്, ഇച്ചിരി കട്ട് കൂട്ടിയിടാം. ചേന, അതുപോലെ തന്നെ നമ്മുടെ ചേമ്പ്, ഇഞ്ചി, പിന്നെ മേളിൽ ഞാൻ എഴുതുവാണേ മഞ്ഞള്. ഓക്കെ, മഞ്ഞള്, പിന്നെ നമ്മുടെ കൂവ. ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്, കൂവ. ഈ തൊട്ടപ്പുറത്തെ സംഭരണ അത് ആരും നോക്കല്ലേ. ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഞാൻ ഭൂന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തേത് ആരും നോക്കണ്ട കേട്ടോ, ഇവിടം കൊണ്ട് തീർന്നേ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കൂവ, മഞ്ഞള്, ചേന, ചേമ്പ്, ഇഞ്ചി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തില് പെടുന്നതാണ്. അപ്പൊ ആ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയത് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള അതിൻ്റെ അകത്ത് ഏതാ മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, ഈ 4 തന്നിട്ട് അതിലേതാണ് ഒറ്റപ്പെട്ടത്. നമ്മൾ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും. കാരണം എല്ലാം കിഴങ്ങ് വർഗ്ഗത്തിൽ എന്ന രീതിയിൽ പെടുന്നതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഏതാണ് ഒറ്റപ്പെട്ടതെന്ന് പെട്ടെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ കപ്പ തന്നിട്ടായിരിക്കും ഉദാഹരണം തരുന്നത്. അപ്പം അത് മാറിപ്പോകാതെ തന്നെ പഠിക്കുക, ഏതൊക്കെയാണ് സംഭരണ വേരുകൾ, ഏതൊക്കെയാണ് നമ്മുടെ ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ഇതുപോലെ ഒരു നമ്മുടെ കേട്ടിട്ടില് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരില മാത്രമുള്ള സസ്യം. ഇതിൽ ഏതാണ് ഈ ഒരില മാത്രമുള്ള സസ്യം? ഇത് ഒരില മാത്രമുള്ള സസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചേനയാണ്. ഒരില മാത്രമുള്ള സസ്യം എന്ന് അറിയപ്പെടുന്നത് ചേനയാണ്. ഒരില മാത്രമുള്ള സസ്യം. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, എവിടെയെങ്കിലും കേട്ടാൽ അത് എഴുതുക. ഒരില മാത്രമുള്ള സസ്യം എന്ന് പറയുന്നത് ചേനയാണ്. അപ്പൊ നോക്കിയേ, സംഭരണ വേരുകളും ഉണ്ട്, ഭൂകാണ്ഡങ്ങളും ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് മാറിപ്പോകാതെ തന്നെ പഠിക്കുക. എല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലെ. ഭൂകാണ്ഡങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ കൂവ, മഞ്ഞള്, ചേന, ചേമ്പ്, ഇഞ്ചി. സംഭരണ വേര് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു പഴയ ടെക്സ്റ്റിനകത്തുള്ളതാണ്. പുതിയതിൻ്റെ അകത്ത് വന്നപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളൊന്നും നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് അങ്ങനെ കണ്ടില്ല. ജസ്റ്റ് നമ്മൾ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗത്തിൻ്റെ അകത്തും നോക്കിയിട്ടും നമ്മുടെ ഈ ഒരു ടോപ്പിക്കുകൾ, ഈ പൊയ്ക്കാൽവേര്, താങ്ങുവേര്, പിന്നെ ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ്, ഇനിയിപ്പൊ പറഞ്ഞ സ്റ്റോറേജ് റൂട്ട്സ്, ഇതൊന്നും പുതിയ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് വന്നിട്ടില്ല. പക്ഷെ നമുക്കത് വിട്ടുകളയാൻ പറ്റുന്ന ടോപ്പിക് അല്ല. അതുകൊണ്ട് തന്നെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എടുത്ത ആ ഒരു ഫോട്ടോസ് എടുത്ത് ഞാൻ ഇട്ടാണ്, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു
ഫസ്റ്റ് യൂണിറ്റിന്റെ അകത്ത് സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റയിലൊരു ജീവിയും എന്നുള്ള ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് പറയുന്ന പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിന്റെ അകത്ത് ഏതാ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു നമ്മുടെ ഫുഡ് ചെയിൻ അല്ലെ, ആഹാര ശൃംഖലാജാലം. ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോയായിരുന്നു. നമ്മുടെ ആദ്യത്തെ കണ്ണി എപ്പോഴും ആരാന്ന് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഫുഡ് ചെയിനില് ഫസ്റ്റ് ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സസ്യഹാരികൾ, അതായത് സസ്യങ്ങളായിരിക്കും നമ്മുടെ ഏറ്റവും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. അവസാനത്തെ കണ്ണി എപ്പോഴും അത് മാംസ ബുക്കുകളായിരിക്കും. മാംസം മാത്രം കഴിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ കണ്ണി. പിന്നെ ഇടയ്ക്ക് വരുന്നത് ഒന്നുകിൽ സസ്യാഹാരികളാകാം അല്ലെങ്കിൽ മിശ്രാഹാരികളാകാം, അതായത് സസ്യവും മാംസവും കഴിക്കുന്ന മിശ്രാഹാരികളാകാം. അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ഫുഡ് ചെയിൻ്റെ നമ്മൾ കണ്ടുപോയ കാര്യങ്ങൾ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം. അത് ഈ ഒരു ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ഈ ഒരു ബോക്സിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പിക്ചർ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒന്നുകൂടി ഞാൻ വേണം ഗ്രൂപ്പിലിട്ട് തരാം, ഒന്നുകൂടെ അത് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മുടെ 3 കൂട്ടുകാരന്മാര്. എവിടെ നിന്നായിരുന്നു നമ്മുടെ ഈ വാതക വിനിമയ ഇലകളിൽ നടക്കുന്ന ഏത് സുഷിരത്തിലൂടെയായിരുന്നു? ആസ്യരന്ധ്രം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്ന സുഷിരത്തിലൂടെയാണ് നമ്മുടെ ഈ വാതക വിനിമയം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ സ്റ്റൊമാറ്റോയിലൂടെയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നില്ല. ആ ഒരു കാര്യമൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഈ സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരാണ്, അത് ഞാൻ എഴുതി തന്നില്ല അല്ലെ, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു, സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. കാരണം എന്നാ, സ്വപോഷികൾ എന്ന് പറഞ്ഞാല് സസ്യങ്ങള് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു ആര്? സസ്യങ്ങൾ. അതുകൊണ്ടാണ് സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മുടെ എപ്പിഫൈറ്റുകള്, അർദ്ധപരാഗ സസ്യങ്ങള്, പൂർണ്ണപരാഗ സസ്യങ്ങള്. എപ്പിഫൈറ്റ് ആരായിരുന്നു ഇതിന്റെ അകത്ത്? നമ്മുടെ മരവാഴയും ഓർക്കിഡും. കാരണം അവർക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ ഒരു ഇച്ചിരി സ്ഥലം കൊടുത്താൽ മതി, വാസസ്ഥലത്തിനായിട്ട് ഒരു കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, ഫുഡൊക്കെ അവയെ തന്നെത്താനെ ഉണ്ടാക്കിക്കോളും. ആർക്കും ഉപദ്രവമൊന്നും വരുത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മാത്രം മതി, വാസസ്ഥലം മാത്രം മതി. അങ്ങനെയുള്ളവരാണ് നമ്മുടെ എപ്പിഫൈറ്റുകൾ. അതാണ് നമ്മുടെ ഓർക്കിഡും മരവാഴയും. ഇനിയുള്ളതാണ് നമ്മുടെ അർദ്ധപരാഗ സസ്യവും പൂർണ്ണപരാഗ സസ്യവും. അതിൽ അർദ്ധപരാഗം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദാഹരണം ഏതായിരുന്നു? നമ്മുടെ ഇത്തിൽ കണ്ണി അല്ലെ. അവൻ സ്വന്തമായിട്ട് ആഹാരമൊക്കെ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ മറ്റേ ഇരിക്കുന്ന എവിടെയാണോ അവിടുന്ന് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതാണ് നമ്മുടെ ഇത്തിൽ കണ്ണി, അർദ്ധപരാഗ സസ്യം. ഇനി നമ്മുടെ പൂർണ്ണപരാഗ സസ്യത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മൂടില്ലാത്ത ആളി. അതായത് അവൻ ഒന്നും ചെയ്യുന്നില്ല, മറ്റവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ്, അതിനാവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഇതെല്ലാം ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതെല്ലാം അവൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അതായത് അവൻ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നില്ല, മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവൻ എടുക്കുന്നത്. അതാണ് നമ്മുടെ മൂടില്ലാത്ത ആളി. അതാണ് പൂർണ്ണപരാഗ സസ്യം. അപ്പൊ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം എന്നറിയപ്പെടുന്ന ഏതാണ്? റെഫ്ലേഷ്യയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. അത് ഈ പരാഗ സസ്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അല്ല നമ്മുടെ എപ്പിഫൈറ്റ് ഒന്നും അല്ല, അത് പരാഗ സസ്യമാണ്. അതായത് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല, മറ്റൊരാളുടെ നിന്ന് ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ റെഫ്ലേഷ്യ. പിന്നെ നമ്മൾ പറഞ്ഞു പോയ സംഭരണ വേരുകള്, പിന്നെ പൊയ്ക്കാൽ വേരുകള്, താങ്ങ് വേരുകള്, നമ്മുടെ കണ്ടൽ കാടുകൾ, അതായത് കണ്ടൽ ചെടികള്, അതിൻ്റെ അകത്ത് ശ്വസന വേരുകൾ, ന്യൂമാറ്റോഫോറസ് എന്നുള്ള ആ ഒരു കാര്യം, പിന്നെ നമ്മുടെ ക്രീപ്പേഴ്സ്, പിന്നെ ക്ലൈംബേഴ്സ്, ഈ കാര്യങ്ങളല്ല, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സസ്യങ്ങളും നമ്മുടെ പരിസര പഠനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സസ്യങ്ങളും ജന്തുക്കളുമാണ് കൂടുതലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു തന്നെ പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ നോട്ട് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട, കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കിട്ടാതെ എന്തെങ്കിലും പോവുക ചെയ്തിട്ടുണ്ടോ? ഹലോ ഹലോ, കേക്കാവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവരും പഠിച്ചിട്ട് തന്നെ കിടക്കാം കേട്ടോ. പിന്നെ കേട്ടിട്ട് അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യുക. പിന്നെ സമയം വളരെ കുറവാണ്, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ ചോദിക്കാം, നമുക്ക് ഗ്രൂപ്പ് ആണെങ്കിലും ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അവിടെ ചോദിക്കാൻ മടിയുള്ളവർ പേഴ്സണലായിട്ടാണെങ്കിലും ചോദിക്കാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇതിന്റെ ആ നോട്ടുകൾ, നമ്മുടെ എക്സ്ട്രാ ഉള്ള പഴയ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആ ഒരു പിക്ചേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അതൊക്കെ തന്നെ വായിച്ചു പോവുക. കിട്ടാത്തവരുണ്ട് നോട്ട് എഴുതി തന്നെ പോവാ കേട്ടോ. നമുക്ക് പഠിക്കാൻ പിന്നീടാണ് നമുക്ക് എടുത്തു നോക്കുമ്പോഴേ പെട്ടെന്ന് കിട്ടും. നമ്മൾ അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് എല്ലാം മൈൻഡിൽ കിടപ്പുണ്ടെന്ന് ഓർത്താലും
പെട്ടെന്ന് നമ്മൾ മറന്നു പോയേക്കാം. അപ്പൊ അതുകൊണ്ട് നോട്ടൊക്കെ എഴുതി തന്നെ പോവുക. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് കിടക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.